ഇനി പറയുന്നു 70-ാമത്തെ പദ്യത്തില്, ധർമാ സർവേപ്യഹിംസായാം അന്തരംഗതയാ സ്ഥിത അധർമാഭിഹിംസായാം ഇത്യാഹുർ ധർമ്മവേദിനഃ. സർവേ ധർമ്മ അപി, എല്ലാ ധർമ്മങ്ങളും അന്തരംഗതയ സൂക്ഷ്മരൂപത്തിൽ അഹിംസായാം അഹിംസയിൽ സ്ഥിതാഹ വർത്തിക്കുന്നു. എല്ലാ ധർമ്മങ്ങളും, ധർമ്മം എന്നാൽ അത് അഹിംസയാണെന്നർത്ഥം, അധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഹിംസയാണെന്നർത്ഥം. നോക്കൂ, എങ്ങനെ നമുക്ക് ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയാൻ കഴിയും? ധർമ്മത്തിൽ ഹിംസയില്ല, അധർമ്മത്തിൽ ഹിംസയുണ്ട്. അത് ഏത് തരത്തിലാണ്? നമ്മൾക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളൊരാളെ തല്ലുന്നതും കൊല്ലുന്നതും വേദനിപ്പിക്കുന്നതാണ് ഹിംസ എന്നാണ്. അതല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം അതിനൊരു നെഗറ്റീവ് റിസൾട്ട് വരും. അധർമ്മമാണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് വരും, ധർമ്മമാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് കർമ്മത്തിനും ഫലമുണ്ട്. കർമ്മത്തിന് ഫലമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ധർമ്മമാണ് നിങ്ങളുടെ കർമ്മമെങ്കിൽ അതിൽ നിന്ന് സൗരഭ്യമുണ്ടാകും. അധർമ്മമാണ് നിങ്ങളുടെ കർമ്മമെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നത് ദുർഗന്ധമാണ്. അതൊരു ഈവൽ ഇഫക്റ്റാണ്. മറ്റുള്ളവർക്ക് ദോഷം വരുത്തി വെക്കുന്നത്, പീഡനം ഉണ്ടാക്കുന്നതൊക്കെയാണ് അങ്ങനെയുള്ള. അപ്പൊ ധർമ്മത്തിൽ എന്തുണ്ട്? അഹിംസയുണ്ട്, അധർമ്മത്തിൽ ഹിംസയുണ്ട്. ഏറ്റവും നല്ല ഇതാണ്, സൂക്ഷ്മരൂപത്തിൽ അറിയേണ്ടതാണ്. നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ്. ധർമ്മവേദികൾക്കാണ്, ധർമ്മവേദി എന്ന് പറഞ്ഞാൽ വേദിനഹ, ധർമ്മവേദി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ മർമ്മം അറിയുന്നവൻ, അവർക്കിത് എല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ധർമ്മവേദിയായ ഒരു വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്യണം എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ധർമ്മ വ്യവച്ഛേദന ബുദ്ധിയില്ലെങ്കിൽ ധർമ്മത്തെ അറിയുന്ന ഒരു വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്യുക. നിങ്ങളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ? അതിൽ നിന്ന് ഈവിൾ ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ? അതിൽ നിന്ന് ഹിംസ എന്തെങ്കിലും വരുമോ? ദുർഗന്ധം ഉണ്ടാകുമോ എന്ന് ചോദിക്കണം, അറിയണം. അറിയാതെ കർമ്മങ്ങൾ ജാഗ്രത വേണ്ടിടത്ത് ജാഗ്രത വേണം. എന്താ പറയുന്നത്? ആഹുഹു, ധർമ്മങ്ങൾ അഹിംസയിലും അധർമ്മങ്ങൾ ഹിംസയിലുമാണ് വർത്തിക്കുന്നതെന്ന് ധർമ്മജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾ പറയുന്നു. ഇനി 71-ാമത്തെ പദ്യം. അഹിംസാ വ്രതശീലേതു ഹിംസ്രാഹിംസ്രാഹി ജന്തവഃ വിശ്വാസമുപഗച്ഛന്തി മാതരീവ പ്രമോദതഃ. അഹിംസാവ്രതത്തോടു കൂടിയ വ്യക്തിയിലാകട്ടെ ഹിംസ്ര അഹിംസ്രാഹി, ഹിംസിക്കുന്നതും ഹിംസിക്കാത്തതുമായ ജന്തവഹ, ജീവികൾ, പ്രാണികൾ, മാതരി ഇവ, അമ്മയിൽ എന്ന പോലെ, പ്രമോദത, സന്തോഷം ഹേതുവായിട്ട്, വിശ്വാസം ഉപഗച്ഛന്തി, വിശ്വാസമുള്ളവരായിട്ട് തീരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ ഹിംസയോ അഹിംസയോ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഹിംസ ഉള്ള വ്യക്തികളുടെ അടുത്തേക്ക് മറ്റ് ജീവികൾ വരില്ല. ഹിംസ കുറയുമ്പോൾ ആ വ്യക്തിയുടെ അടുത്തേക്ക്, അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ എന്ന പോലെ മറ്റ് ജീവികൾ വരും. മാതൃത്വം എന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഇത് മനസ്സിലാക്കാം. എവിടെ ഹിംസയില്ലയോ അവിടെ മാതൃത്വമുണ്ട്. മാതൃത്വത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്താണ്? ഒരു കുഞ്ഞിനെ അമ്മ ഹിംസിക്കില്ല എന്നറിയാം. അതുകൊണ്ട് കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരുന്നു. കാരണം മാതൃത്വം കുഞ്ഞിനോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അമ്മയെ കുഞ്ഞിന് ഭയമില്ല. അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും മാതൃത്വമുണർന്ന ഒരു മനുഷ്യനെ ഭയമില്ല. ശ്രീനാരായണ ഗുരു അരീപ്പുറത്ത് താമസിക്കുമ്പോൾ പാമ്പും പുലിയൊക്കെ അടുത്തു വന്നിരിക്കുമായിരുന്നത്. അത് ഗുരുവിലെ മാതൃത്വം വികസിച്ചത് കൊണ്ടാണ്, അഹിംസ വളർന്നതുകൊണ്ടാണ്, ഹിംസ ഒഴിഞ്ഞു പോയതുകൊണ്ടാണ്.
അപ്പൊ മനസ്സിൽ നിന്ന് ഹിംസ ഒഴിഞ്ഞു പോകണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും ഹിംസ പൂർണ്ണമായി മനസ്സിൽ നിന്ന് നിർമാർജിതമായി കഴിഞ്ഞാൽ ആ പുരുഷനും സ്ത്രീയും ഒരേപോലെ മാതൃത്വമുള്ളവരായിട്ട് തീരും. സ്ത്രീയിലും മാതൃത്വമുണ്ട്, പുരുഷനിലും മാതൃത്വമുണ്ട്. മാതൃത്വത്തെ നിഷേധിക്കുന്ന ഘടകം ഹിംസയാണ്. മാതൃത്വം ഉണരണമെങ്കിൽ ഹിംസ ഒഴിവായിട്ട് പോകണം. അങ്ങനെയുള്ള മഹാത്മാക്കളാണ് ലോകത്തില് ഒരുപാട് ആളുകൾക്ക് തുണയായിട്ട് വരുന്നത്, അവരുടെ മനസ്സിന് സാന്ത്വനമായിട്ട് വരുന്നത്. ഒരു അമ്മയുടെ അടുത്തേക്ക് എന്ന പോലെ ദുഃഖിതരെല്ലാവരും അവരുടെ അടുത്തേക്ക് വരും. മാതൃത്വത്തിൽ കാരുണ്യമുണ്ട്. അഹിംസ ശീലിക്കുമ്പോഴാണ് കാരുണ്യം ഉണ്ടാകുള്ളൂ. ഹിംസയുള്ളപ്പോൾ ഒരാളും കാരുണ്യം ഉണ്ടാകില്ല. കാരുണ്യമാണ് അടിസ്ഥാനം. അവർക്ക് ആ വ്യക്തിയിൽ, ആ ജീവിയിൽ വിശ്വാസമുണ്ടാകും. നന്നായിട്ട് ആ മനുഷ്യനിൽ വിശ്വാസം ഉണ്ടാകും. നിങ്ങൾ അഹിംസ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ വിശ്വാസം വർദ്ധിക്കും ഭയങ്കരമായിട്ട്. വിശ്വാസം ഉപഗച്ഛന്തി. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തില് അഹിംസയെക്കുറിച്ച് പറയുമ്പോൾ അഹിംസാ പ്രതിഷ്ഠായാം തത് സന്നിധൗ വൈരത്യാഗഃ എന്നൊരു സൂത്രമാണ് പറയുന്നത്. അഹിംസയിൽ ഉറച്ചു ജീവിക്കുന്ന ഒരാളുടെ സന്നിധിയിൽ മറ്റു ജീവികൾ വൈരത്യാഗം ചെയ്യുന്നു. അതായത് നിങ്ങൾ അഹിംസയിൽ പ്രതിഷ്ഠിതമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരു പാമ്പ് ഒരു കീരി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാവും. അവര് രണ്ടുപേരും പൂച്ചയും എലി ഇവിടെ നൃത്തം കളിക്കും ആ യോഗിയുടെ സന്നിധിയിൽ. സാധാരണ പൂച്ച എലിയെ പിടിക്കേണ്ടതല്ലേ? പക്ഷേ ഒരു അഹിംസയിൽ പ്രതിഷ്ഠയുള്ള വ്യക്തിയുടെ സന്നിധിയിൽ ഇവർ പരസ്പരം കലഹിക്കില്ല. അത് നമുക്ക് കാണാം പലയിടങ്ങളിലും. ഗുരുദേവന്റെ അടുത്ത് അങ്ങനെയായിരുന്നു സന്നിധിയിൽ. തിരുവണ്ണാമലയിൽ രമണ മഹർഷിയുടെ അടുത്ത് അങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മൾക്ക് ഇപ്പോഴും കുറേയൊക്കെ അതിന്റെ സ്പർശങ്ങളുണ്ട്. തിരുവണ്ണാമലയിലൊക്കെ പോയാൽ കാണാം. ശിവഗിരിയിലും അങ്ങനെ തന്നെയായിരുന്നു. അരിപ്പുറത്ത് കൃത്യമായി ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹിംസ ഒരിടത്തേക്ക് കയറി വരുന്നത്? അവിടെ നിന്ന് ജീവികളൊക്കെ പിന്മടങ്ങും. അഹിംസയുള്ള ഒരിടത്തേക്ക്. ഇപ്പോ ഇവിടെ ഒരാൾ ജീവിക്കുന്നു, അയാളുടെ മനസ്സ് ഒന്നിനെയും കൊല്ലുകയില്ല എന്നുള്ള വ്രതത്തിൽ നിൽക്കുകയാണെങ്കിൽ അണ്ണാരക്കണ്ണനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടക്കുന്നത് കാണാം. നഗത്തേക്ക് കയറും. എല്ലാ ജീവികളും കയറി വരും ധൈര്യമായിട്ട്. പേടിയില്ല, അതിന് ഒരിക്കലും പേടിയുണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. കാലക്രമത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല, ദിവസങ്ങൾ എടുക്കും അത് പരീക്ഷണം. ജീവികൾ വരുന്നുണ്ട്. ഒരു ജീവികളെ മനസ്സുകൊണ്ട് പോലും ഉപദ്രവിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് പോലും അതിനെ പിടിക്കണമെന്നോ ഓടിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഒരു ജീവിയെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഹിംസയാണ്. നിങ്ങൾക്കൊരു പൂ പറിക്കണമെന്നുള്ള ആഗ്രഹം പോലെ ഹിംസയാണ്. അത്രയും സൂക്ഷ്മതയിലുള്ളതാണത്. ചിന്തയിൽ പാടില്ല, പൊങ്ങാൻ പാടില്ലത്, സൂക്ഷ്മരൂപത്തിൽ പോലും. അപ്പോ അഹിംസാ വ്രതശീലേതു അഹിംസ്രാഹി ജന്തവഃ വിശ്വാസമുപഗച്ഛന്തി മാതരീവ പ്രമോദതഃ. അമ്മയുടെ അടുത്തുന്ന പോലെ അതെല്ലാം വരും. ഇതാണ് അഹിംസയെ കുറിച്ചിട്ട് പറയുന്നത്. അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു വ്രതം വേറെയില്ല.